ഷൈൻ ടോം ചാക്കോ തിങ്കളാഴ്ച ഐസിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകുമെന്ന് പിതാവ് ചാക്കോ. നടി വിൻസിയുടെ പരാതിയിൽ വിശദീകരണം തേടിയിരുന്നുവെന്നും സംഭവത്തിൽ ഷൈൻ വിശദീകരണം നൽകുമെന്നും പിതാവ് പറഞ്ഞു. പോലീസ് അന്വേഷണവുമായും സിനിമാ സംഘടനകളുടെ അന്വേഷണവുമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറുമായി നടന്ന കൂടിക്കാഴ്ച യാദൃച്ഛികമെന്ന് PV അൻവർ. സ്ഥാനാർത്ഥി നിർണയത്തിൽ റോളില്ലെന്നായിരുന്നു AP അനിൽകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവറിന്റെ പ്രതികരണം. VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായാണ് നേരത്തെ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ AP അനിൽകുമാറും PV അൻവറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസ ഭൂമി ഏറ്റെടുക്കൽ അനുമതി നൽകിയതിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അപ്പീൽ. സുപ്രീം കോടതിയിലാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിനെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് എൽസ്റ്റണിന്റെ ആവശ്യം. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ ദേഹത്ത് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. അപകട സാധ്യതയുണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധ നൽകാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. സിനിമയിലെ ലഹരി ഉപയോഗത്തിനെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൗരവമുള്ളതെന്ന് മന്ത്രി സജി ചെറിയാൻ. വിൻസിയുടെ പരാതി അന്വേഷിക്കുമെന്നും സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. നടിയുടെ സമീപനം അഭിനന്ദാർഹമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ സെക്രട്ടറിയോട് വിരൽ ചൂണ്ടി സംസാരിച്ചതിന് CITU നേതാവിനെ പുറത്താക്കി. CITU വടകര ഏരിയ വൈസ് പ്രസിഡന്റ് K മനോജിനെതിരെയാണ് നടപടി. ശരീരഭാഷ ശരിയല്ലെന്ന കാരണം പറഞ്ഞാണ് നടപടി. തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് മനോജ് ജില്ലാ സെക്രട്ടറിയോട് വിരൽ ചൂണ്ടി സംസാരിച്ചത്. വെള്ളരട്ടയിൽ ആംബുലൻസ് കിട്ടാതെ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് പോലീസ്. അസ്വാഭാവിക മരണത്തിനാണ് കേസ്. ആൻസിക്ക് ചികിത്സാ സഹായം നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേതാണ് നടപടി. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. 2.5 കോടി രൂപയുടെ ഷെയറുകളും 377 കോടി രൂപ മൂല്യം വരുന്ന ഭൂമിയുമാണ് കണ്ടുകെട്ടിയത്. 2011 രജിസ്റ്റർ ചെയ്ത കേസിലാണ് EDയുടെ നടപടി. ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മരിച്ചവർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളല്ലെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് ആരോഗ്യവകുപ്പ് വക്താവ് അറിയിച്ചു.